ഹായ് പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണ വെള്ളപ്പാണ്. എങ്ങനെയാണ് സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളപ്പം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള വീഡിയോയിലേക്കാണ് സ്വാഗതം ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടു നിന്ന എല്ലാ കൂട്ടുകാർക്കും നന്ദിയുണ്ട്, കടപ്പാടുകളും എല്ലാതും രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എളുപ്പത്തിൽ എങ്ങനെ ഒരു വെള്ളപ്പം തയ്യാറാക്കി എടുക്കാമെന്ന്. അപ്പോൾ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കാതെ ശുദ്ധമായ രീതിക്ക് വെള്ളപ്പം ഉണ്ടാക്കിയെടുക്കുന്ന വീഡിയോ കണ്ടില്ല നിങ്ങൾ. അടിപൊളി കറിയും ചെറുപയറിൻ്റെ കറി. അപ്പോൾ ഈ 3 ബട്ടൺ ഒരുമിച്ച് വന്ന സമയത്ത് നിങ്ങൾ എന്താണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു അവസര ഘട്ടത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങൾ സബ്സ്ക്രൈബിൻ്റെ ബട്ടൺ അമർത്തുക. അവിടെ ഓൾ പറഞ്ഞൊരു ഓപ്ഷനും ഉണ്ടാവും. അതുകൂടി ക്ലിക്ക് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി ഉടനടി എത്തുള്ളൂ. ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് പ്രിയപ്പെട്ടവരെ. നിങ്ങൾ വീഡിയോക്ക് ലൈക്ക് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് എനിക്കിനി വീഡിയോ ഇടാനൊരു താല്പര്യം ഉണ്ടാവുള്ളൂ. ഇങ്ങനെ അടിപൊളി റെസിപ്പി ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കാതെ, ബേക്കിംഗ് പൗഡർ, ഈസ്റ്റ് മുതലായവ ഒന്നും ചേർക്കാതെയാണ് ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടോളി, ഞാൻ വീഡിയോ തുടരുന്നു. അപ്പോൾ അരി വെള്ളത്തിലിട്ട് പൊതിർത്തിയതാണ്. പൊതിർത്തിയ അരിക്കാണ് നമ്മൾ നാളികേരം ഇട്ട് കൊടുത്തത്. മിക്സിൻ്റെ ജാറിൽ ആദ്യം കണ്ടത് നാളികേരത്തിൻ്റെ വെള്ളമാണ്. ഇനിയിപ്പോൾ നിങ്ങൾ മറന്നുകണോ? ഇല്ലല്ലോ, മറന്നിട്ടില്ലല്ലോ. ചോറൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം ഇട്ട് കൊടുക്കുക. അത് വിചാരിച്ചിട്ട് അരിൻ്റെയിലേറെ ചോറാണ് വാരിയിടാന്ന് വിചാരിച്ചാൽ നടക്കൂല കേട്ടോ. ചോറ് കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു 1.5 കപ്പ് വരെയൊക്കെ ചോറ് നമുക്ക് ഇട്ട് കൊടുക്കാം. അല്ലാതെ അരിനെക്കാട്ടിലും 3 കപ്പ് ചോറും 1 കപ്പ് അരിയും എന്നൊക്കെ വിചാരിച്ചാൽ നടക്കൂല. ഇപ്പം ഞാനിവിടെ മാറ്റുന്നത് മിക്സിൻ്റെ ജാറിൽ കൊള്ളണില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ മാറ്റിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചോറ്, നാളികേരത്തിൻ്റെ വെള്ളം, ഇതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് ചേർത്തോളി എന്നാണ് നമ്മൾ ചുരുക്കി പറഞ്ഞ് വരുന്നത്. അപ്പോൾ ഞാനതിന് അരി കോരിയത് എന്താ വെച്ചാൽ അതിൽ കൊള്ളായിട്ടാണ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്കായിട്ട് പോകാം. ഇതാണ് ഡബിൾ ഹോഴ്സിൻ്റെ വെള്ളപ്പപ്പൊടി. ഈ വെള്ളപ്പപ്പൊടിയാണ് നമ്മുടെ മായാജാലം. ഇത് ഇട്ട് കൊടുക്കൂ പ്രിയപ്പെട്ടവരെ. ഇത് നിങ്ങളടുത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങി വെക്കൂ. ഇഡ്ഡലി, ദോശ, ഉഴുന്ന് ദോശ, എന്ത് പലഹാരം ഉണ്ടാക്കുമ്പോഴും നമ്മളത് ഇട്ടുകൊടുത്താൽ മതി. എങ്കിൽ നമ്മുടെ മാവ് എത്ര പൊങ്ങാത്ത മാവ് നമുക്ക് നന്നായി കിട്ടുന്ന ഈ വീഡിയോയിലൂടെ ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, ഡബിൾ ഹോഴ്സിൻ്റെ വെള്ളപ്പപ്പൊടി അത് നിങ്ങൾ വാങ്ങിക്കോളി. ഒരു വലിയുള്ളിയുടെ പകുതിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ട്. വലിയുള്ളിയുടെ പകുതി നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് ചട്ടിയിൽ നിന്ന് കിട്ടും. പിന്നെ നമ്മൾ 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അതും മറന്നു പോകരുത്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം, ഉപ്പ് ചേർത്ത് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കുക എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, അരപ്പിൻ്റെ കോലം നന്നായിട്ട് ബബിൾസ് വരുന്നത് വരെ അരച്ചോളിട്ടോ. അപ്പോൾ നമ്മൾ എന്തൊക്കെ ഇട്ടത് നിങ്ങൾ മറന്നിട്ടില്ലല്ലോ. ഒന്നും കൂടി ആവർത്തിച്ച് ഇവിടെ കാണിക്കുകയാണ്. അപ്പോൾ അത് 2ാമത്തെ ട്രിപ്പാണ് ഈ കാണിക്കണത്. വീഡിയോ നോക്കിയിട്ട് നിങ്ങൾ കണ്ട് മനസ്സിലാക്കിക്കോളി. നാളികേരുണ്ട്, വലിയുള്ളിൻ്റെ ആ പകുതി ഉണ്ടല്ലോ, ബാക്കിയുള്ള ഭാഗം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഡബിൾ ഹോഴ്സിൻ്റെ വെള്ളപ്പപ്പൊടിയെ കുറിച്ച് ഒരിക്കൽ കൂടി പറയുകയാണ്. ഡബിൾ ഹോഴ്സിൻ്റെ വെള്ളപ്പപ്പൊടി ഒരു പാക്കറ്റ് നിങ്ങൾ വാങ്ങിച്ചോളി. 1 ടീസ്പൂൺ നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. എന്നാൽ നന്നായിട്ട് പൊങ്ങി വരും. നിങ്ങൾ ആരും മറക്കണ്ട ഡബിൾ ഹോഴ്സിൻ്റെ വെള്ളപ്പപ്പൊടി കേട്ടോ. അതെല്ലാവരും ഒന്ന് വാങ്ങിച്ചോളി. എൻ്റെ വീഡിയോ കണ്ടവർക്കെല്ലാം മനസ്സിലാവും, ഇതിനു മുമ്പ് കണ്ടവർക്ക്. അപ്പോൾ പിറ്റേന്ന് രാവിലെ ഈ ഒരു മാവിൻ്റെ ഒരു അവസ്ഥകൾ കണ്ടുനോക്കിയാണ്. അപ്പോൾ തലേ ദിവസത്തെ മാവിൻ്റെ അവസ്ഥകൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നിങ്ങൾ റിവൈസ് അടിച്ച് കണ്ടുനോക്കി. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. മാവൊക്കെ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. കാലാവസ്ഥയൊക്കെ നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ്. എങ്കിലും എൻ്റെ മാവ് പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചൂടാറ പെട്ടിയിലോ തെർമോക്കോളിൻ്റെ പെട്ടിയിലോ അല്ലെങ്കിൽ റൈസ് കുക്കറിലൊക്കെ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇനി ഞാൻ അടിപൊളി ചെറുപയറിൻ്റെ കറി ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്ത് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ചെറുപയറിൻ്റെ കറി എങ്ങനെയാണ് വളരെ ടേസ്റ്റിൽ ഹെൽത്തി രൂപത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ചെറുപയറിൻ്റെ കറി ഉണ്ടാക്കിയാൽ നമ്മുടെ കുട്ടികൾക്കൊന്നും പറ്റത്തില്ല. ചില കുട്ടികൾ അതൊന്നും കഴിക്കില്ല. അപ്പോൾ ഈ രീതിക്ക് ഉണ്ടാക്കി കൊടുത്താൽ ഏത് കുട്ടികളും കഴിക്കൂട്ടോ. ചിക്കൻ കറിയേക്കാൾ സൂപ്പറായിട്ടും അടിപൊളിയായിട്ടും നമുക്ക് ചെറുപയറിനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു തക്കാളി കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമല്ല. ഉപ്പ് ചേർത്താൽ വെന്ത് കിട്ടാൻ പണിയാകും. ലാസ്റ്റ് ചേർത്തോളൂ ഉപ്പ്. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ കുക്കർ അടച്ചു വെക്കുകയാണ്. വെച്ചതിന് ശേഷം ഗ്യാസ് ഓണാക്കി കൊടുക്കുകയാണ്. അപ്പോൾ കുട്ടികളെ ലഹളയൊക്കെ ഇതിലുണ്ടാവും തന്നെ. അല്ലാതെ ഇപ്പോൾ നമ്മളെന്താ കാട്ടണേ, നമ്മൾ വോയിസ് കൊടുക്കുമ്പോൾ നമ്മളൊപ്പം ഉണ്ടാവും. അതൊന്നും സാരമില്ല. അവരും എന്നെ സപ്പോർട്ട് ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഈ ഒരു അവസരത്തിൽ മിക്സിൻ്റെ ജാർ എടുത്തുകൊണ്ട് വരിക. ഈ ജാറിലേക്ക് നോക്കിയിട്ട് നമ്മൾ എന്താണ് ചേർക്കേണ്ടത്? നാളികേരമാണ് നമ്മൾ ചേർക്കേണ്ടത്. ഇത് കറിക്കുള്ള നാളികേരമാണ് കേട്ടോ. അപ്പോൾ നേരം വെളുത്തിട്ടാണല്ലോ നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ മാവ് ഞാൻ അവിടെ മാറ്റി വെച്ച് നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ നാളികേരം ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് പട്ട, ഏലം, ഗ്രാമ്പു മുതലായവ ചെറിയതായിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത്
ഇതുപോലെ നിങ്ങൾ വീഡിയോയിൽ ശരിക്കും നോക്കിക്കോളി. ഇതുപോലെ ചേർത്ത് കൊടുത്ത് നോക്കിയാണ് ഈ ചെറുപയർ കറി നമുക്ക് ചിക്കൻ കറിയെ പോലെ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഗ്രാമ്പു ചേർത്തിട്ട് വെള്ളം ചേർത്ത് നന്നായിട്ടുണ്ട് അരച്ചെടുത്തോളി കേട്ടോ. നന്നായിട്ട് അരച്ചെടുക്കണം, യാതൊരു നിർബന്ധവുമില്ല. ഞാൻ തേങ്ങാപ്പാൽ മാത്രമേ ഇതിൽ നിന്ന് എടുക്കണുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ തേങ്ങ അരപ്പോടൊക്കെ ചേർത്ത് കൊടുത്താലും മതി. നമ്മളിവിടെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചണ്ടി കടിച്ചണ്ടാ വിചാരിച്ചിട്ട് വെള്ളപ്പത്തിലും തേങ്ങ, ഇതിലും തേങ്ങ, എല്ലാത്തിലും തേങ്ങ തേങ്ങ തേങ്ങ. അപ്പോൾ അത് വേണ്ട വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യണേ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, രണ്ടാമത് നിങ്ങൾക്ക് മാവ് കൊണ്ടുവന്ന് കാണിക്കുകയാണ്. മാവൊക്കെ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. വലിയൊരു പാത്രമാണ്, പൊങ്ങി വന്നതാണ്. ഇത് താഴ്ന്നു പോകുമ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാകും എത്രത്തോളം ഈ മാവ് ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എന്താണ് ഈ അവസരഘട്ടത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത്? വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിലൊന്നല്ല ചുട്ടെടുക്കുന്നത്. ഞാനിവിടെ നമ്മുടെ നെയ്യപ്പം ചുടണ, അതേപോലെ ചീനച്ചട്ടി എന്നൊക്കെ പറയില്ല, നമ്മൾ ചൈന ചട്ടിയാണ് ചീനച്ചട്ടി എന്ന് പറയുന്നത്. ആ ചട്ടിയിലാണ് ഞാൻ ചുട്ടെടുക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിലും ചേർത്ത് കൊടുക്കണം, എങ്കിൽ വേഗം നന്നായിട്ട് കിട്ടും. അതുകൊണ്ടാണ് വെളിച്ചെണ്ണ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ടിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി റിവൈസ് അടിച്ച് കാണൂ പ്രിയപ്പെട്ടവരെ. ഈ ഒരു അവസരത്തിൽ ചട്ടിയിലേക്ക് ഉള്ളിട്ട് കൊടുക്കുക. ഉള്ളിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഉള്ളിട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എല്ലാം വാടി വരട്ടെ. എന്നിട്ട് വാടി വന്നതിന് ശേഷം ഞാൻ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്. ഇനി ബാക്കിയുള്ള മസാലകൾ ഇതിലേക്കാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ഇട്ട് കൊടുക്കുന്നത് അതൊക്കെ നിങ്ങളെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല എരിവ് വേണ്ടവർക്ക് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. മല്ലിപ്പൊടി, പെരുംജീരകപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇട്ടിട്ട് 1/2 ടീസ്പൂൺ അളവിൽ പെരുംജീരകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ല എങ്ങനെയാണ് ഈ മസാല ചേർത്ത് കൊടുക്കുക എന്നുള്ളത് മനസ്സിലായില്ലേ? അപ്പോൾ എന്താണ് നിങ്ങൾ ഈ അവസരഘട്ടത്തിൽ ചെയ്യേണ്ടത്? വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ലൈക്ക് ബട്ടൻ്റെ താഴെ നോക്കിക്കോളി, ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തോളി. അത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ തുടരുന്നു. അപ്പോൾ പെരുംജീരകപ്പൊടിയൊക്കെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത്രയും പൊടി, മല്ലിപ്പൊടി, പെരുംജീരകപ്പൊടി, കുരുമുളക് പൊടി, അത്രയും പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് ഈ കുക്കറിലുള്ള ഇത് നമ്മളതിക്ക് ചേർത്ത് കൊടുക്കുക എന്നാണ് പറഞ്ഞത്. വെന്തിട്ട് ചേർത്താൽ മതി കേട്ടോ. എൻ്റേത് വെന്തിട്ടില്ലായിരുന്നു, എന്നാലും ഞാൻ അതിക്ക് ചേർത്ത് കൊടുത്ത് എന്നിട്ട് വീണ്ടും കൂക്കിച്ചെടുത്തൊക്കെയാണ്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, വെന്തിട്ട് ചേർത്താൽ മതി. അപ്പോൾ ഞാനൊന്നും കൂടി വേവിച്ചാൻ വേണ്ടി വെച്ചു പ്രിയപ്പെട്ടവരെ. എന്താ വെച്ചാൽ വെന്തിട്ടില്ല, ഇനി ഉപ്പിട്ട് വേവിച്ചുകൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോക്ക് ആദ്യം തന്നെ പറഞ്ഞത് നിങ്ങൾ ഉപ്പിടണ്ടെന്ന് പറഞ്ഞത്. കണ്ടില്ലേ, ഇതുപോലെയുള്ള വെള്ളപ്പൊക്കെ കണ്ടിട്ട് നിങ്ങൾ എവിടുക്കാണ് ഈ അന്തം വിട്ട് പോയി നിൽക്കുന്നത്? നിങ്ങൾ വീഡിയോക്ക് ലൈക്ക് കൊടുക്കൂ പ്രിയപ്പെട്ടവരെ, ലൈക്ക് കൊടുക്കൂ. ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും എൻ്റെ പൊന്നു കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. നിർബന്ധമല്ല, നിങ്ങളടുത്തുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു തുള്ളി വിനാഗിരി ഒഴിച്ചു കൊടുത്താണ് കേട്ടോ. ഞാൻ നേരത്തെ ഒഴിച്ചു കൊടുത്തില്ല, ഒരു ചെറിയൊരു ഒരു മൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനകത്ത് അരപ്പ് തേങ്ങാപ്പാൽ ആക്കിയാണ്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അവസാനമായിട്ട് മല്ലിപ്പൊടി അല്ല എണ്ണയാളെ, മല്ലിയില ചേർത്ത് കൊടുത്തിട്ട് നമ്മളെത്ര കാട്ടേണ്ടി ചോദിച്ചാണെങ്കിൽ ഒന്ന് തുള്ളിച്ചെടുക്കുക. ഇതേപോലെ തുള്ളിച്ചെടുക്കുക. കുട്ടികളെ ശബ്ദ കോലാഹലങ്ങൾ കൊണ്ടാണ് കേട്ടോ ഞാനവിടെ മല്ലിപ്പൊടിയൊക്കെ പറഞ്ഞു പോയത്. മല്ലിയിലയാണ് നമ്മൾ ചേർത്ത് കൊടുക്കണത് പ്രിയപ്പെട്ടവരെ. അപ്പം നമ്മൾ ഈ അവസരഘട്ടത്തിൽ എന്താണ് പ്രിയപ്പെട്ടവരെ ചെയ്യേണ്ടത്? അടുത്തതും ചുട്ടെടുക്കുക കേട്ടോ. അപ്പം നിങ്ങളോട് ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ വീഡിയോ കണ്ടതിന് എല്ലാ കൂട്ടുകാർക്കും നന്ദി, കടപ്പാടുകൾ എല്ലാം രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആവാനായിക്കണേ. അപ്പോൾ കണ്ടില്ല നിങ്ങൾ, അടിപൊളി വെള്ളപ്പം. ഇതുപോലെയുള്ള വെള്ളപ്പൊക്കെ നിങ്ങൾക്ക് കൊടുന്നാൽ മുങ്ങി തപ്പിയാൽ കിട്ടുന്നയാളെ കിട്ടൂല. നമ്മളെ വീഡിയോയിൽ തന്നെ ഇജാതി വെള്ളപ്പൊക്കെ കിട്ടുള്ളൂ. ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ ഒന്നും ഇടാതെ. എത്ര ഐഡിയകളാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത്, അതും ഈ ചട്ടിയിൽ. നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയാണെങ്കിൽ നമ്മളെ തേപ്പൊക്കെ പോയിട്ട് പിന്നെ നമുക്ക് എന്തിനെങ്കിലും പറ്റുമോ? നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി ഈ ചട്ടിയിലാവുമ്പോൾ യാതൊരു തകരാറുമില്ല. എത്ര വെള്ളപ്പമാണെങ്കിലും നമുക്ക് ചുട്ടെടുക്കാം. വെല്ലുള്ളി ചേർത്തതുകൊണ്ട് നമ്മൾ ഈ ചട്ടിയിൽ ഒട്ടൊന്നുമില്ല. നല്ല കറക്റ്റ് പരുവത്തിൽ നമ്മുടെ വെള്ളപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ലേ, കറി നല്ല സൂപ്പർ കറിയൊക്കെ റെഡിയാക്കി തന്നില്ലേ ഞാൻ? എന്നിട്ട് നിങ്ങൾ എന്താണ് മേപ്പട്ടക്ക് നോക്കി നിൽക്കണേ? നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട പൊന്നു കൂട്ടുകാരെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യൂ. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. കണ്ടില്ലേ, ഇതുപോലെ വെള്ളപ്പം മടക്കി നോക്കിയാലും ചുരുട്ടി നോക്കിയാലും ഒന്നും സംഭവിക്കില്ല. അടിപൊളി വെള്ളപ്പം. കണ്ടില്ലേ, എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഷെയർ ചെയ്യാതെ കാണുന്ന എൻ്റെ പൊന്നു കൂട്ടുകാരെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എൻ്റെ പൊന്നു കൂട്ടുകാരെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കൂ. എന്നിട്ട് അവരും ഇതുപോലെ മടക്കി ചുരുട്ടിയൊക്കെ ഉണ്ടാക്കി നോക്കിക്കോട്ടെ. ഒന്നും സംഭവിക്കില്ല പ്രിയപ്പെട്ടവരെ. അപ്പോൾ അവസാനമായിട്ട് ഞാനിത് കഴിച്ചിട്ട് കാണിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കറി നല്ല ഹെൽത്തി രൂപത്തിലുള്ള ചെറുപയർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരിക്കൽ കൂടി പറയാണ്, സബ്സ്ക്രൈബ്. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ
വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആക്കാൻ പോവാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. ഇതുവരെ കണ്ടു നിന്ന എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.